ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് മല്ലിയിലയൊക്കെ ഇട്ട് അരച്ച് ഒരു മീൻകറി വെച്ചാലോ, വറുത്തരച്ചൊക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പം ഞാനിവിടെ ഒരു 250 അര കിലോ ഇല്ല, അതിലും കുറച്ച് ചിക്കൻ എടുത്ത് വൃത്തിയാക്കി അതിനകത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് അത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനിയിപ്പം നമുക്ക് ചിക്കൻ കുറച്ച് പണിയുണ്ട്. അപ്പം കുറച്ച് പൊടികൾ എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും നല്ല മുളക് പൊടിയും ഓരോ ടേബിൾ സ്പൂണും, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2.5 സവാള, പിന്നെ ഒരു തക്കാളിയും, പിന്നെ ഒരു അരമുറി തക്കാളി ഞാൻ വേറെ എടുക്കുന്നുണ്ട്, ചെറിയ തക്കാളി ആയതുകൊണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, ഒരു പിടി തേങ്ങാക്കൊത്ത്, ഒരു പിടി മല്ലിയില, പിന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു വലിയ ഇഞ്ചി കഷ്ണം ചെറുതാക്കി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ചെറിയൊരു തക്കാളിയാണ് ഇവിടെ, ഒരു അരമുറി തക്കാളിയും കൂടെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അത് ഞാനിവിടെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ? അപ്പം ഞാനിവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നീളത്തിൽ സവാള, ഞാനൊരു 1.5 സവാള നീളത്തിൽ അരിഞ്ഞ് അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും ഇട്ട് ചട്ടിയിൽ എണ്ണ ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വെളിച്ചെണ്ണയ്ക്കകത്ത് തേങ്ങാക്കൊത്തും സവാള ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ടൈം കിട്ടുമ്പം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതാ ഈ പരുവത്തിൽ തേങ്ങ ഇപ്പം നന്നായിട്ട് ഈ പരുവത്തിലാണ് വേണ്ടത്. രണ്ടും നന്നായി നമുക്കിത് തണുത്തില്ല, ചൂടോടെ തന്നെ അരച്ചെടുക്കാം. അതിന് ഇച്ചിരി വെള്ളം കൂടി ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. മിക്സിയിലോട്ട് മാറ്റി ഞാൻ ബാക്കി എണ്ണ തന്നെ ഉണ്ട്. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ട് അരച്ചിടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളി അല്ലി, പിന്നെ ഇഞ്ചി, പിന്നെ നമ്മുടെ മല്ലിയില, ഒരു അരമുറി പച്ചമുളക് 3 പിന്നെ മല്ലിയിലയും ഒരു അരമുറി തക്കാളിയും കൂടെ വെച്ച് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു മസാലക്കൂട്ട് അതാണ്. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം കൂടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൈസ് ചിക്കൻ കറിയാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനത്തെ നമ്മൾ മല്ലിയില ഇട്ടൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ മല്ലിയില അവരല്ലേ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലും മല്ലിയില കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് അരച്ച് മാറ്റി വെച്ച് ഇനിയിപ്പം അതിനകത്ത് ചട്ടിക്കകത്ത് തന്നെ ബാക്കിയുള്ള എണ്ണയ്ക്കകത്ത് കുറച്ച് സവാള ബാക്കിയുണ്ടല്ലോ, അതും ചെറുതായിട്ട് അരിഞ്ഞതും ബാക്കിയുള്ള തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് വഴറ്റണം. അതും ബ്രൗൺ കളറൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്ത് അതും ഒരു ജസ്റ്റ് കളറ് ഒന്ന് വെന്താൽ മതി. തക്കാളി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ച മസാലപ്പൊടികളെല്ലാം കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറണം. മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ആ മസാലക്കൂട്ടും കൂടെ ചേർക്കണം. നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ, പിന്നെ ബാസ്മതി റൈസിൻ്റെ കൂടെയും, പിന്നെ പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പം അതിൻ്റെ കൂടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പം അരച്ച അരപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റണം. കുറച്ച് തിളയൊക്കെ വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളമേ ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. അത് ഞാനിപ്പം ബാക്കി ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ആദ്യം കുറച്ച് ഉപ്പ് നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി നന്നായിട്ട് അതൊന്ന് ചൂടായി നല്ല തിളച്ച് എന്നുവെച്ചാൽ ഒന്ന് തിളയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. അതിൻ്റെ അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് ഒരു
ചിക്കനകത്ത് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ഞാൻ ആ മസാലക്കൂട്ട് അരച്ചെടുത്ത് മിക്സി കഴുകി ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിത് പകുതി കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേനകത്ത് ഇപ്പം കണ്ടോ ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ആ തിളപ്പിച്ച് വെച്ച വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ആ അരപ്പ് മിക്സി കഴുകിയതാണ് കണ്ടോ, അതാ ഈ കളർ വെള്ളത്തിന്. ഇപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ച സാധാ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് കുറുകി വരണം. ഇനിയിപ്പോൾ ഈ വെള്ളം അത്യാവശ്യത്തിന് നോക്കി ചിക്കൻ മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനിപ്പം തിളച്ച് നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണമാണ്, നല്ല മണം വരും. നല്ലൊരു വെറൈറ്റി ഒരു ഫ്ലേവർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസ് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. ഓളെന്നുള്ള ബെല്ലൈക്കൻ്റെ അവിടെ ഓളെന്നുണ്ട്, അത് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്, താങ്ക് യു.